കുഴപ്പമില്ലാതെ പോകും. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ ഈ പറയുമ്പോൾ എനിക്ക് അടുക്കും ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞ് പിന്നെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് കൈയടി മേടിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഒരു കർഷകനാണ്. അത് വെറും 20% മാത്രം അതുകൊണ്ടൊരു കർഷകൻ. 80% എനിക്കിപ്പോഴും അറിയില്ല. സത്യം പറയാം, 20% മാത്രം അറിവുള്ള ഒരു കർഷകൻ മാത്രമല്ല. അല്ലാതെ ഞാനിവിടെ വലിയ ആത്മീയോ അല്ലെങ്കിൽ നിങ്ങൾ സദസ്സിനെ പിടിച്ചിട്ട് അതിന് പ്രസംഗിക്കാൻ ശേഷിയുള്ള ആളൊന്നുമല്ല. ശരി, ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ആഹാരത്തിന് 4 വാക്കുകളിലാണ് ഞാൻ ക്ലാസ്സുകളിലേക്ക് വിശദീകരിക്കുന്നത്. ഒന്ന്, സമീകൃതമായ ആഹാരവും ആരോഗ്യപരമായ ചുറ്റുപാടും. 2 വാക്ക് അവിടെ പോയില്ലേ? ഒരു പോയിന്റായിട്ട് തിരിച്ചതാണ്. സമീകൃതമായ ആഹാരം, ആരോഗ്യപരമായ ചുറ്റുപാട്. ഇത് രണ്ടും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലൈവായിട്ട് നിൽക്കുന്നതും അത്യാവശ്യം ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നതും. രണ്ടാമത് നമ്മളും കൂടി 2 പോയിന്റ് പറയുന്നത് അനുവാദവും നിലവാരവും. സമീകൃതമായ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെല്ലാവരും തന്നെ ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചാണ് പെട്ടെന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് പെട്ടെന്ന് കൺവേ ആവുമെന്ന് എനിക്കറിയാം. ഞാനും താങ്കളും അല്ലെങ്കിൽ ഇദ്ദേഹം നമ്മളോടൊപ്പം ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ കടയിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു കവലയ്ക്ക് ചെല്ലുന്നു. അത്യാവശ്യം കച്ചവട തന്ത്രം അറിയാവുന്ന ഒരു ചായക്കടക്കാരനാണെങ്കിൽ അവനെ സംബന്ധിച്ച് ആൾക്കാരെ മെന്റലി ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും ഇപ്പം എന്നതാ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയാവുന്നത് പൊറോട്ടയാണ്. ഇപ്പം പൊറോട്ട അടിക്കുന്നത് ഏറ്റവും മുമ്പിലേ ആ കടയിലേക്ക് കയറുന്നിടത്ത് ചായ അടിക്കുന്ന ഒരു കൗണ്ടർ അതിന് ചേർന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇച്ചിരി കായമാക്കുന്ന സാമ്പാറോ ഇല്ലെങ്കിൽ നോൺ വെജിൻ്റെ ചാറോ തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കാൻ അവൻ തയ്യാറാണ്. കാരണം ഒരു കാലിച്ചായ അവിടെ നിന്ന് കുടിക്കാൻ വരുന്നവൻ ഇത് കാണുമ്പോൾ ഒരു പൊറോട്ട ഇങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി ചാറ് തന്നെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിക്കണം. അത് കച്ചവടം അറിയാവുന്ന ചെയ്യുന്നതാണ്. ഇതേ സ്ഥലത്ത് നമ്മൾ കയ്യിൽ കാശുള്ളവർ വരുന്നു, രാവിലെ ഒരു ബ്രൂ കോഫി പറയുന്നു 25 രൂപ, 2 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ. ഒരു ബീഫ് ഫ്രൈക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 രൂപ, 2 പൊറോട്ടയ്ക്ക് ഈ 30 മുതൽ 40 രൂപ വരെ. 150, 30, 170, 20, 190, 200 രൂപയ്ക്ക് രാവിലെ കാപ്പി കുടിക്കുന്ന ഒരാൾ. അതിൻ്റെ വലിയ കാശുണ്ട്. ഇപ്പോൾ ഏറെ കൃഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് പറയണമെങ്കിൽ കാശുണ്ട്. അവൻ 2 പൊറോട്ടയും മേടിച്ചു, ബീഫ് ഫ്രൈയും മേടിച്ചു, ഒരു ബ്രൂ കോഫിയും കുടിച്ചു. രാജാപ്പാട്ട അവൻ്റെ ധാരണയില്ല, അവൻ്റെ വായിക്കും നാവിനും രുചിയുള്ളത് കഴിച്ചു. തൊട്ടപ്പുറത്ത് സ്വല്പം അവനവൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് അവൻ്റെ ശരീരം ബേസിക്കാണെന്ന് കാണുന്ന, ആരോഗ്യം ബേസിക്കാണെന്ന് കാണുന്നവർക്ക് വന്നിട്ട് ഒന്ന് നോക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് മറ്റേ വലിയ ചെമ്പിൽ ഇഡലിയുണ്ട്. ഒരു 3-4 ഇഡലി മേടിക്കുന്നു. അപ്പുറത്ത് മറ്റേ ബക്കറ്റിൽ സാമ്പാർ ഇരിക്കുന്നുണ്ട്. സാമ്പാറിൽ 2-3 തവി ഒഴിക്കുന്നു, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നു, അതൊന്ന് കഴിച്ചിട്ട് പോകുന്നു. ഒന്ന് താരതമ്യപ്പെടുത്തിക്കുന്നു. നിങ്ങൾക്കായിട്ട് കിട്ടാവുന്ന മൂലകങ്ങളുടെ വെറും 10% താഴെ തന്നേക്കുന്ന, എല്ലായിടത്തും തള്ളിക്കളയുന്ന, മൈദ വെച്ചുണ്ടാക്കി അടിച്ചുകൂട്ടി ഉണ്ടാക്കിയേക്കുന്ന വായിക്ക് രുചിയുള്ളൊരു ഭക്ഷണം പൊറോട്ട. അതിന് ഹെവി മസാലയും അജിനോമോട്ടോയും അടക്കം ചേർത്തിട്ട് നമ്മുടെ ഈ സ്വര മുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു ബീഫ് ഫ്രൈ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കഴിച്ചു. അവസാനം ഈ റെഡ് മീറ്റും കഴിച്ച് ഈ ഹെവി മസാലയും കഴിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബ്രൂ കോഫിയും കൂടി കുടിച്ച് നമ്മൾ 200 രൂപയും കൂടി കൊടുത്തിട്ട് നമ്മൾ രാജാവാന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. നമ്മൾ പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ലെവൽ അല്ലെങ്കിൽ പ്രീമിയം കാറിൻ്റെ ഒക്കെ ഒരു ലെവൽ പറഞ്ഞു പോകുന്നു. മറ്റേ തലയ്ക്ക് വെടിവെള്ളവും കഴിച്ചേക്കുന്നതല്ല. 45 രൂപയ്ക്ക് ആകപ്പാടെ 3 ഇഡ്ഡലി കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് ധാന്യങ്ങൾ ആവിയിൽ പുഴുകിയെടുത്ത് സാമ്പാർ എന്ന് പറയുന്ന സാധനം എന്താണ്? കായവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് വെജിറ്റബിൾ സൂപ്പാണ്. ഇന്ന് നമുക്ക് കഴിക്കാവുന്നതിൽ ഏറ്റവും ഗുണനിലവാരമുള്ളൊരു ഫുഡാണ് വെജിറ്റബിൾ സൂപ്പ്. സാമ്പാർ ഉണ്ടാക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്കുക, വെജിറ്റബിൾ സൂപ്പാണ്. അതിനകത്തൊരു നോൺ വെജ് ഇല്ല. ശരീരത്തെ ഒരു രീതിയിലും ഉപദ്രവിക്കുന്ന ഒരു സാധനങ്ങളും ഇല്ലാത്ത വെജിറ്റബിൾ സൂപ്പും ആവിയിൽ പുഴുകിയ 2 ധാന്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൂടി കഴിച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി കഴിച്ചിട്ട് പോയാൽ കൊടുത്തേക്കുന്നത് എത്രയാണ്? 45 രൂപ. 3 ഇഡലിക്ക് 45 രൂപ. സാമ്പാറാണ്, അതിനാരും കാശ് മേടിക്കാറില്ല. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ്. 200 രൂപയ്ക്ക് ഈ പറയുന്ന പൊറോട്ടയും ബീഫ് ഫ്രൈയും ബ്രൂ കോഫിയും കഴിച്ചവനാണോ 3 ഇഡലിയും ഇച്ചിരി സാമ്പാറും ചൂടുവെള്ളം കഴിച്ചവനാണോ രാജാവ്? നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്നെ സൂചിപ്പിക്കാൻ ആരും പറയണ്ട. അവൻ്റെ ശരീരത്തേക്ക് ഉപകാരപ്പെട്ടേക്കുന്ന എന്താണ്? ഞാൻ ചോദ്യം പോയിന്റാണോ? ഇവനെ സംബന്ധിച്ച് 3 മണിക്കൂറിനുള്ളിൽ വിശന്നുള്ളത്. ഈ കഴിച്ചിരിക്കുന്ന ആഹാരം ദഹിച്ചു, ശരീരത്തെ പിടിച്ചു, അവൻ
ഈ 2 പൊറോട്ട കഴിച്ചാൽ വൈകുന്നേരം അത്താഴം കഴിക്കണമെങ്കിലും ഇച്ചിരി ഞെളിവലി പോകും. കാരണം ഈ സാധനം ശരീരം കൊണ്ട് അധ്വാനിച്ചാലേ വല്ലതും ധരിച്ചിട്ട് അങ്ങോട്ടും കൂടെ പോകാനുള്ളൂ. കല്ല് വിഴികളെ കിടക്കും. ഇത് തന്നെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് അടിക്കുഞ്ഞുള്ളിയായിട്ട് പറയാൻ അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു വിശ്വാസത്തിൽ പറഞ്ഞു പോകുന്ന സംഭവം. അപ്പം അതുകൊണ്ട് ഏലം കൃഷി എന്ന് പറയുന്നൊരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആരും ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10% കർഷകരെ കൊണ്ട് ഉൾക്കൊള്ളില്ലാത്ത കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ ഇങ്ങനെ പറയും, ഏലം കൃഷിയിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യം പഠിക്കുന്നത്. ബേസിക് എത്രയേ ഉള്ളൂ. ഏലം വേനൽക്കാലത്ത് നനയ്ക്കാറുണ്ട്. എങ്ങനെയാണ് താങ്കൾ നനയ്ക്കുന്നത്? ഓസിട്ട് നനയ്ക്കുന്നത്. താങ്കളോട് ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഇപ്പം ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് പരസ്യമായിട്ട് ഞാൻ പറയുകയാണ്, കൃഷി വിഭാഗത്തിൽ നിന്നും പറയുന്നത്, നിങ്ങൾ ചെടികളൊക്കെ നനയ്ക്കാൻ പറയുന്നു. ചെടിയുടെ സ്ഥലം നനയണം, ചെടി നനയണം, ജലാംശം കിട്ടണം. ഞാൻ പറയുന്നത് 100% തെറ്റാണ്. 100% ചെടിയിലേക്ക് വെള്ളം വരാൻ പാടില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമ്മളായിട്ട് തുള്ളി വെള്ളം ചെടിയിലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. വേനൽക്കാലത്ത് നിങ്ങൾ ചെടിക്ക് പൊതയിടാറുണ്ട് ഇല്ലേ? പൊതയിടണം, ചൂട്ടി പൊത കൊടുക്കാൻ പാടില്ല. വേനൽക്കാലത്ത് ചെടിക്ക് പൊതയിടണം, ചെടിക്ക് മണ്ണിന് പൊതയിടണമെന്നാണ് പറയുന്നത്. പക്ഷെ ചൂട് രണ്ടിൽ തെളിഞ്ഞു കിടക്കും. ആ ഭാഗത്ത് ആർട്ടിഫിഷ്യലായിട്ടൊരു തുള്ളി വെള്ളമോ വളമോ രാസവളമോ ജൈവവളമോ ചെല്ലാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. 90% കർഷകർക്കും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നതാണ്. മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങുമ്പോഴത്തേക്കും കിട്ടാവുന്നിടത്തോളം ചപ്പുചവറുകളും ഇറക്കിയതെല്ലാം കൂടി കൊണ്ടുവന്ന് ചെടിയുടെ ഉള്ളിൽ ചുറ്റോട്ട് ഭയങ്കരമായിട്ട് മുളയടിച്ചു വയ്ക്കും. കിഴങ്ങിന് ചൂടേക്കും, വേരിന് ചൂടേക്കും, ശരത്തിന് ചൂടേക്കും. മഴ തുടങ്ങി അതായത് സാധാരണ മേടമാസത്തിൽ മഴ തുടങ്ങും. ഏപ്രിൽ പകുതിയോടുകൂടി മേടമാസം തുടങ്ങുക വിഷു എന്ന് പറയുന്നത്. ഇവിടെ മുതൽ മഴ തുടങ്ങിയിട്ട് നമ്മൾ ജൂണിൽ ആദ്യ റൗണ്ട് കായെടുപ്പും കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും ഇത് മുഴുവൻ വലിച്ചു വരും. ഏകദേശം 65 അല്ലെങ്കിൽ 90 ദിവസം മുമ്പ് മഴ കിട്ടി നല്ല രീതിയിൽ വേര് മോടി പുതിയ ചിമ്പ് പഠിച്ച് നിൽക്കുന്ന വെള്ള വേരുകൾ ഓടി നിൽക്കുന്നതിൻ്റെ മേള പൊതയാണ് ഈ വലിച്ചു വാരിയിട്ട് അഴുകലിനെ പേടിച്ചതെല്ലാം കൂടി വാരിയിട്ട് പറ്റുമെങ്കിൽ അടുത്തോടെ ഓട്ടിക്കൊണ്ട് കൊടുക്കും. കാരണം ഇനി അവിടെ കരിയിലെ പൊതയും കിടന്ന് ഇങ്ങനെ അഴുകും. നിങ്ങൾ ഈ പറയുന്ന ഉപ്പുതറ ടൗണിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് ഉടുതുണി പറിച്ചുകൊണ്ട് വരുന്നതിൻ്റെ അവസ്ഥയായി ചെടിയുടെ. കണ്ടുപിടിച്ച ഒരു മദ്യപൻ അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് നിങ്ങൾ അവനെ സമാധാനിപ്പിക്കുമെന്ന് നിങ്ങൾ തുണി പറിച്ചുകൊണ്ടാണ് ഓടി. നിങ്ങളുടെ അവസ്ഥ നടു റോഡിൽ തുണി ഇടിഞ്ഞ് നിൽക്കുന്നതിൻ്റെ അവസ്ഥയാണ് ചെടികളുടെ. ഒരു കാരണവശാലും ആ പണി ചെയ്യാൻ പാടില്ല. എത്ര പേര് ഉൾക്കൊള്ളും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? പൊതയിടണം, മണ്ണിന് പൊതയിടണം. ചെടിയുടെ ചോറ് ഒഴിവാക്കിയിട്ട് പൊതയിടണം. ചെടിയുടെ ചോട്ടിൽ വെള്ളവും വളവും കൊടുക്കാൻ പാടില്ല. ചെടിക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചെടിയുടെ ചോട്ടിൽ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഇപ്പം എൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ് ICRAയിലാണ്. എൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ് അവരുടെ ഇപ്പോഴത്തെ ഗവേഷണ വിഷയം എന്നുള്ളത് ഞാൻ 2020 പറഞ്ഞിരിക്കുന്ന ബയോപിറ്റ് എന്ന് പറയുന്ന സംഭവം. ബയോപിറ്റ് അതിൻ്റെ ബേസിക് എത്രയേ ഉള്ളൂ. മണ്ണിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൈമറി മൂലകങ്ങളായ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഈ വളം നിങ്ങൾക്ക് രാസവളമായിട്ട് കൊടുക്കാം, ജൈവവളമായിട്ട് കൊടുക്കാം, എങ്ങനെ വളം കൊടുക്കാം, പല പെർസെൻറ്റേജുകൾ കൊടുക്കാം. യൂറിയയുടെ പെർസെൻറ്റേജ് എന്നാണ് അറിയാമോ? യൂറിയ എന്താണ് മൂലകം? പറഞ്ഞു തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ചെറുതാക്കാനോ വലുതാക്കാനോ ഒന്നുമല്ല. ഞാൻ വലുതാന്ന് പറയാനുമല്ല, പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. യൂറിയ എന്ന് പറയുന്നത് താങ്കൾ 2% എന്ന് പറഞ്ഞു. ഏത് മൂലകമാണെന്ന് താങ്കൾ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കലും താങ്കളെ കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ പ്രായം അല്ലെങ്കിൽ എന്നെക്കാൾ ഇച്ചിരി കൂടി പ്രായമാണ്. 46.8% നൈട്രജൻ മാത്രം വരുന്ന ഒരു രാസവളമാണ്. 46.8% മാത്രം വരുന്ന രാസവളമാണ് യൂറിയ. ഈ സാധനം നമ്മൾ മണ്ണിലേക്ക് കൊടുത്തു ഞാൻ വരും 53.2%. ബാക്കി എന്താ വരുന്നതെന്ന് അറിയുമോ? മണ്ണിലേക്ക് 100 കിലോ യൂറിയയിൽ 46.8 കിലോ നൈട്രജൻ ഉണ്ട്. 46. അപ്പോൾ ബാക്കി ഒന്ന് കൂട്ടി നോക്കിയാൽ 100ന് 53.2 കിലോ പെട്രോളിയം ബൈ പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഫില്ലറായിട്ട് വരുന്നത്. അതിനകത്തേക്ക് ഈ യൂറിയ ഫില്ല് ചെയ്തിട്ട് ഈ സമയത്ത് ഉണ്ടാക്കിയിട്ട്